അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വേണ്ടി അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു തന്ത്രവും ബിനിയാമീൻ എന്ന സഹോദരനെ തനിക്ക് വിട്ടുകിട്ടാൻ വേണ്ടി രാജാവിൻ്റെ പാനപാത്രം അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ വെക്കുകയും ശേഷം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെ ആരുടെ പാത്രത്തിലാണോ ഈ ഒരു പാനപാത്രം കാണുന്നത്, അല്ലെങ്കിൽ ആരുടെ ഭാണ്ഡത്തിലാണോ അത് കാണുന്നത്, അവരെ പിടിച്ചു വെക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനിയാമീനിനെ അവിടെ നിർത്തണമെന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ചെയ്യുന്ന ഭാഗമാണ് കഴിഞ്ഞ വചനങ്ങളിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. قالوا يا أيها العزيز إن له أبا شيخا إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده
ഇന്നാ ഇദൻ ലളാലിമൂൻ. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. ഖാലു അവർ പറഞ്ഞു, അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പറഞ്ഞു,
ബിനിയാമീനിൻ്റെ ഭാണ്ഡത്തിൽ നിന്നും രാജാവിൻ്റെ പാത്രം എടുത്തപ്പോൾ, ഓ യാത്രാസംഘമേ, നിങ്ങൾ മോഷണം നടത്തിയവരാണ് എന്നവർ പറയുകയും അങ്ങനെ അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തപ്പോൾ തങ്ങളുടെ അനുജൻ അക്ഷരാർത്ഥത്തിൽ മോഷണം നടത്തി എന്ന് അവർ വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്, ഖാലു, അവർ പറഞ്ഞു, ഇൻ യസ്രിഖ്, ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, സറഖ യസ്രിഖു സറഖൻ, ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഫഖദ് സറഖ അഖുല്ലഹു മിൻ ഖബ്ലു, ഇതിനു മുമ്പ് ഇവൻ്റെ സഹോദരനും മോഷണം നടത്തിയിട്ടുണ്ട്. ഉദ്ദേശം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഒരു ആരോപണമാണ്. ഫഖദ് സറഖ അഖുല്ലഹു, ബനിയാമീനിൻ്റെ സഹോദരനായ, ഉപ്പ വഴിക്ക് തന്നെയുള്ള സഹോദരനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ്റെ സഹോദരനും മോഷണം നടത്തിയിട്ടുണ്ട്. ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി, അസറ യുസിറു ഇസ്റാറൻ, രഹസ്യമാക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി അവർ അദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഫഅസറഹ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കലിമത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഫഅസറ യൂസുഫു അൽ കലിമ, ഒരു കലിമത്ത്, പക്ഷേ അത് അദ്ദേഹം വായ കൊണ്ട് പറഞ്ഞില്ല, ഉള്ളിൽ വെച്ചു. ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ പോകുന്ന വാക്കിനെ മനസ്സിൽ ഒതുക്കി, പുറത്തേക്ക് പറഞ്ഞില്ല. വലം യുബ്ദിഹാ ലഹും, അവർക്ക് വ്യക്തമാക്കിയില്ല, അവർക്ക് വെളിവാക്കിയില്ല. അബ്ദ യുബ്ദി ഇബ്ദാഅൻ, അബ്ദ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, വ്യക്തമാക്കുക. വലം യുബ്ദിഹാ ലഹും, ആ കലിമത്ത് അദ്ദേഹം പുറത്തു പറഞ്ഞില്ല, ഉള്ളിൽ സൂക്ഷിച്ചു. പുറത്തു പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചത് മനസ്സിൽ, ഇനി പറയാൻ പോകുന്ന വാക്കാണ് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അഥവാ ഫീ നഫ്സിഹി, മനസ്സിൽ പറഞ്ഞു, അൻതും, നിങ്ങൾ, ഷർറും മക്കാന, വളരെ മോശമായ ഒരു അവസ്ഥയിലാണുള്ളത്. മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അതോടൊപ്പം ഹാലിനെയും സൂചിപ്പിക്കും. ഷർറുൻ മക്കാന, വളരെ മോശമായ ഒരവസ്ഥയാണ്. കാരണം എന്തൊരാരോപണമാണ് പറയുന്നത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തതും പോരാ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് വെറുതെ അടിസ്ഥാനമില്ലാതെ പറയുകയാണ്. ഖാല അൻതും ഷർറുൻ മക്കാന, നിങ്ങൾ എത്ര മോശമായൊരവസ്ഥയിലാണ്, മോശമായൊരു സ്ഥാനത്താണ് ഉള്ളത്. വല്ലാഹു അഅലമു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. ബിമാ തസിഫൂൻ, നിങ്ങൾ വർണ്ണിക്കുന്നതിൽ നിന്നും, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നും. വസഫ യസിഫു വസ്ഫൻ, വസഫ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക, പറയുക, വിശദീകരിക്കുക. വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ, നിങ്ങൾ ജൽപ്പിച്ചു പറയുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അവർ പറയുകയാണ്, ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുല്ലഹു മിൻ ഖബൽ, ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും മോഷ്ടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തഫ്സീറുകളിൽ രണ്ട് കാര്യങ്ങൾ കാണാം. അതിലൊന്ന്, ആ കുടുംബത്തിൽ നമുക്കറിയാം പ്രവാചകന്മാരുടെ കുടുംബമാണ്, പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു അകന്ന ബന്ധത്തിൽ വിഗ്രഹമുണ്ടായിരുന്നു, ഒരു വീട്ടിൽ വിഗ്രഹമുണ്ടായിരുന്നു. ആ വിഗ്രഹത്തെ അവർ ആരാധിച്ചിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഉമ്മയെ അനുസരിച്ചുകൊണ്ട് ആ വിഗ്രഹത്തെ അവിടുന്ന് എടുത്തു മാറ്റിയിരുന്നു. അതിനെ ഇവർ മോഷണമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. സത്യത്തിൽ ആ വിഗ്രഹാരാധന ഇല്ലാതെയാക്കുവാൻ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ചെയ്തതുപോലെയുള്ള ഒരു തന്ത്രം ചെയ്തതാണ്. പക്ഷെ അവരതിനെ മോഷണമാക്കി ചിത്രീകരിച്ചു എന്ന് ചില തഫ്സീറുകളിൽ കാണാം. മറ്റൊരു അഭിപ്രായം, അവരങ്ങനെ പറയാൻ, സത്യത്തിൽ അത് മോഷണമല്ല. നമുക്കറിയാം, തൗഹീദ് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മോഷണമല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത് തഫ്സീറുകളിൽ കാണുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരിക്ക്, അഥവാ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, അമ്മായിക്ക് വളരെ വലിയ ഇഷ്ടമായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അധികവും അമ്മായിയുടെ കൂടെയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയ ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഒരിക്കൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, കുറേ ദിവസമായില്ലേ നിൻ്റെ അടുത്ത്, എനിക്ക് മകനെ കാണാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇനി അവൻ എൻ്റെ കൂടെ കുറച്ച് നിൽക്കട്ടെ, എന്നിട്ട് വീണ്ടും സിസ്റ്ററുടെ അടുത്തേക്ക് വിടാം എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അപ്പോൾ ഈ സ്ത്രീക്ക് അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയുടെ സഹോദരിക്ക് യൂസുഫ് നബിയെ വിട്ട് നിൽക്കാൻ വലിയ പ്രയാസം, കാരണം അധികവും അമ്മായിയുടെ അടുത്താണ്. അപ്പോൾ അവരൊരു തന്ത്രം ചെയ്തു. എന്താ തന്ത്രം ചെയ്തത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്തതുപോലെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പാത്രമോ അതേപോലെ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് കുടുംബത്തിൽ തറവാട്ടിലുള്ളതാണ്. അതുമെല്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ യൂസുഫ് നബിയുടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് കാണുന്നില്ല, ആരോ എടുത്തിട്ടുണ്ട്. അങ്ങനെ തപ്പി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായത്തിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ഇതാ മോഷണം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നിയമപ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്താണ്, ആരുടേതാണോ മോഷ്ടിച്ചത് അവർക്ക് അവരെ പിടിച്ചു വെക്കാം. അപ്പോൾ യൂസുഫ് നബിയെ തൻ്റെ അടുത്ത് പിടിച്ചു വെക്കാൻ വേണ്ടി അവരെടുത്ത ഒരു തന്ത്രമായിരുന്നു. യൂസുഫ് നബി അറിയാതെ കുപ്പായത്തിൽ ആ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രധാനപ്പെട്ട ഒരു വസ്തു വെക്കുകയുണ്ടായി. സത്യത്തിൽ യൂസുഫ് നബി അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ആ യൂസുഫ് നബി അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിനെ അക്ഷരാർത്ഥത്തിൽ മോഷണമായി ഇവർ ചിത്രീകരിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് വല്ലാഹു അഅലമു ബിമാ തസിഫുൻ, നിങ്ങൾ പറയുന്നത് പോലെയല്ല, അള്ളാഹുവിനറിയാം എന്താണ് സംഭവിച്ചത്. വല്ലാഹു അഅലമു ബിമാ തസിഫുൻ, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല, റഹ്മാനായ റബ്ബിനറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിഗ്രഹം എടുത്ത് മാറ്റി വെച്ചതാണെങ്കിലും ശരി, ഈ പറഞ്ഞ സംഭവമാണെങ്കിലും ശരി, രണ്ടും മോഷണമല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ നിരപരാധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലും അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞത് മനസ്സിൻ്റെ മോശമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് പോലും ഉലമാക്കൾ പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ആ സമയത്ത് ശക്തമായി പ്രതികരിക്കാം. പക്ഷേ അദ്ദേഹം അത് മനസ്സിൽ സൂക്ഷിച്ചു എന്നാണ്. ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും, അത് വെളിവാക്കിയില്ല. ഉലമാക്കൾ പറയുന്നത് തൻ്റെ സഹോദരന്മാരുമായി വീണ്ടും പിണക്കത്തിലാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. രമ്യതയിൽ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം. ഒരു സുൽഹിലേക്കുള്ള വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്കുള്ള ഒരു വസീലയാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനിടയിൽ അവരുമായിട്ട് ഒരു വാക്ക് തർക്കമുണ്ടാകുന്നത് ഒരിക്കലും അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ സുൽഹിന് തടസ്സമാകുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കാതെ ആ വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ മനസ്സിൽ സൂക്ഷിച്ചു. മനസ്സിൽ പറഞ്ഞു, എത്ര മോശമാണ് നിങ്ങളുടെ അവസ്ഥ, അള്ളാഹുവിനറിയാം നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന്. പണ്ഡിതന്മാർ പറയുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നോബിളായ ആ ഒരു സ്വഭാവ മഹിമയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ആയിരിക്കണം വിശ്വാസികൾ. വാക്കുകൾ കൊണ്ട് ബന്ധങ്ങൾ മുറിക്കാൻ എളുപ്പമാണ്, പക്ഷേ വാക്കുകൾ ഉപയോഗിക്കാതെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ക്ഷമ അവലംബിക്കുകയും നാവിനെ കെട്ടിയിടുകയും പറയാൻ പലതും മനസ്സിൽ വന്നാൽ, നാവിൻ്റെ തുമ്പത്ത് വന്നാൽ പോലും അത് മനസ്സിലൊതുക്കി പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മനുഷ്യന് വിഴുങ്ങുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം ദേഷ്യം വിഴുങ്ങലാണ്. ദേഷ്യം പിടിച്ചിട്ട് പറയേണ്ടത് പറയാതെ മനസ്സിൽ സൂക്ഷിക്കാൻ മാത്രം സബർ, ക്ഷമയും സഹനവും കാണിക്കലാണ് ഏറ്റവും മഹത്തായ കർമ്മമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് അതാണ്. അദ്ദേഹം അത് മനസ്സിൽ സൂക്ഷിക്കുകയും തൻ്റെ സഹോദരന്മാരുമായി ബന്ധം വഷളാവുന്ന രൂപത്തിൽ അത് പറയാതിരിക്കുകയും അള്ളാഹുവിനറിയാം യാഥാർത്ഥ്യമെന്ന് മനസ്സിൽ പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ ബിന്യാമീനിനെ അവിടെ പിടിച്ചു വെക്കുന്നൊരവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിന് ലോലമായ ഒരവസ്ഥ ഉണ്ടാകുവാൻ വേണ്ടിയും ഒരു നല്ല തീരുമാനമുണ്ടാകുവാൻ വേണ്ടിയും അവർ പറഞ്ഞു, ഖാലു യാ അയ്യുഹൽ അസീസ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ നാം നേരത്തെ സൂചിപ്പിച്ചു, മിസ്റിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് അൽ അസീസ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖാലു യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു, തീർച്ചയായും അവനുണ്ട്, അഥവാ ബിന്യാമീനുണ്ട്, അബൻ ഒരു പിതാവുണ്ട്, ഷെയ്ഖൻ വൃദ്ധനായ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ചെന്ന, അതും എങ്ങനെ,
കബീറ, അങ്ങേയറ്റം വാർദ്ധക്യം ചെന്ന ഒരു ഉപ്പയാണുള്ളത്. വെറും വൃദ്ധനല്ല, ഷെയ്ഖുൻ കബീർ. അതോടൊപ്പം ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ബഹുമാനവും ആദരവും അർഹിക്കുന്ന സ്ഥാനത്തുള്ള ഒരു ഉപ്പയുണ്ട്. അതോടൊപ്പം അദ്ദേഹം വൃദ്ധനുമാണ്, ഏറെ പ്രായം ചെന്ന ആളാണ്. ആ രണ്ടർത്ഥവും അതിനുണ്ട്. ഇന്ന ലഹു അബൻ ഷെയ്ഖൻ കബീറ, അദ്ദേഹത്തിന് വാർദ്ധക്യം ചെന്ന ആദരണീയനായ ഒരു പിതാവുണ്ട്. അതുകൊണ്ട് ഫഹുദ്, നിങ്ങൾ എടുക്കുക. അഹദ യഖുദു, അതിൻ്റെ അമ്രാണ് ഫഹുദ്. നിങ്ങൾ എടുക്കുക, പിടിച്ചു വെക്കുക. അഹദന, ഞങ്ങളിൽ ഒരാളെ, മക്കാനഹു, ബിനിയാമീനിൻ്റെ സ്ഥാനത്ത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മീസാക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അവനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും, കീഴ്പ്പെടുത്തപ്പെട്ടെങ്കിലല്ലാതെ, വല്ല ഹലാക്കും നാശവും സംഭവിച്ചെങ്കിലല്ലാതെ ബിനിയാമീനിനെ കൊണ്ടുവരുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പുള്ള സംഭവങ്ങളും അവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങളിൽ ആരെ പിടിച്ചു വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ബിനിയാമീനിനെ വിട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു, ഫഹുദ് അഹദന മക്കാനഹു, ബിനിയാമീനിൻ്റെ സ്ഥാനത്ത് ഞങ്ങളിൽ ആരെയെങ്കിലും പിടിച്ചു വെച്ചോളൂ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിശ്ചയമായി ഞങ്ങൾ താങ്കളെ കാണുന്നത് മിനൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരിൽ കാണുന്നു. ഇഹ്സാൻ ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനാണ് നിങ്ങൾ. കാരണം അതിനു മുമ്പ് ചെയ്തതും അവർക്കറിയാം. അവരുടെ അവർ കൊണ്ടുവന്ന മത്തായികളൊക്കെ തിരിച്ചു കൊടുത്തു, ബിലാഅത്തുകളൊക്കെ തിരിച്ചു കൊടുത്തു, അവർക്ക് അളവിൽ പരിപൂർണമായും അളന്നു നൽകി, എല്ലാ നിലക്കും അവരോട് സഹകരിച്ചു. അങ്ങനെയുള്ള താങ്കൾ ഒരു നല്ല മനുഷ്യനാണ്, താങ്കൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാകും. വളരെ പ്രായം ചെന്ന ബഹുമാനമർഹിക്കുന്ന ഒരു പിതാവ്, അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരു പിതാവ് ഇവനുണ്ട്. അതുകൊണ്ട് അവനെ വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ ആരെയെങ്കിലും സ്വീകരിച്ചോളൂ, ആ കുട്ടിയെ വിട്ടുതരണം എന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ അവർ സൂചിപ്പിച്ച വേർഡ് വളരെ ശ്രദ്ധേയമാണ്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. അവർ ഈ ചെയ്തതൊക്കെ ചെയ്തിട്ടും, ഇവർ തൻ്റെ സഹോദരങ്ങളാണ് എന്നറിഞ്ഞിട്ടും, മോഷ്ടിച്ചു എന്ന് വരെ ലേറ്റസ്റ്റായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. മോഷ്ടിച്ചു, ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുല്ലഹു മിൻ ഖബ്ൽ. എന്നിട്ടും അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ മഹനീയമായ സ്വഭാവമാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസമുള്ള സന്ദർഭത്തിലും സൗകര്യമുള്ള സന്ദർഭത്തിലും രണ്ട് സമയത്തും മുഹ്സിനായിരുന്നു എന്നാണ്. ഇതേ വാചകം ജയിലിലുള്ള രണ്ട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, താങ്കൾ വ്യാഖ്യാനിച്ചു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഞങ്ങൾ മുഹ്സിനീങ്ങളിൽ കാണുന്നു. അപ്പോൾ ജയിലിൽ പരീക്ഷണം അനുഭവിക്കുമ്പോഴും അദ്ദേഹം ഇഹ്സാനിൻ്റെ ആളായിരുന്നു. രാജകൊട്ടാരത്തിൽ വലിയ പദവി അലങ്കരിക്കുമ്പോഴും ഇഹ്സാനിൻ്റെ ആളായിരുന്നു. എന്നാൽ പലർക്കും ഇത് കഴിയാത്തൊരു കാര്യമാണ്. ചില ആളുകൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഇഹ്സാൻ മറന്നുപോകും, പരീക്ഷണം വരുമ്പോൾ മോശക്കാരാവും. വേറെ ചില ആളുകൾ സൗകര്യങ്ങൾ വരുമ്പോൾ മോശക്കാരാവും. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും സൗകര്യമുള്ളപ്പോഴും രണ്ട് സമയത്തും ഇഹ്സാനിൻ്റെ ആളായിരുന്നു. യഥാർത്ഥ വിശ്വാസികൾ ഏത് സന്ദർഭത്തിലും നന്മയെ മുറുകെ പിടിക്കണം എന്ന് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ദാരിദ്ര്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഇഹ്സാനിനെ മുറുകെ പിടിക്കണം. അത് ഇസ്ലാമിൻ്റെ 3 മർത്തബകളിൽ ഏറ്റവും ഉയർന്ന മർത്തബയാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഈമാനിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. അത് അഅലാ മറാത്തിബ് അദ്ദീൻ, ദീനിൻ്റെ 3 മർത്തബകളിൽ ഏറ്റവും ഔന്നിത്യമേറിയ മർത്തബ ഇഹ്സാനിൻ്റെ മർത്തബയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും മഹനീയമായി പെരുമാറുകയും ഏറ്റവും നന്നായി സമൂഹത്തിന് സഹായം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിനുള്ള ഹക്കും സൃഷ്ടികൾക്കുള്ള ഹക്കും ഒരേപോലെ നിർവഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഇഖ്ലാസോടു കൂടിയായിരിക്കും, സൃഷ്ടികളെ സേവിക്കുന്നതും ഇഖ്ലാസോടു കൂടിയായിരിക്കും. ഈ അവസ്ഥക്കാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. മതത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമേറിയ അവസ്ഥയാണത്. അങ്ങനെയുള്ള ആളുകൾ ഒരേപോലെ അള്ളാഹുവിനോടുള്ള ഹക്ക് നിറവേറ്റും, സമൂഹത്തോടും കുടുംബത്തോടുമുള്ള ഹക്കും നിറവേറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം പറഞ്ഞപ്പോൾ തീർച്ചയായും മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ് എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുഹ്സിനിന് ചേരാത്തതാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് റദ്ദ് പറയുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, മആദല്ലാഹ്,
അള്ളാഹുവിൽ അഭയം, മആദല്ലാഹ് ഐ അഊദു ബില്ലാഹ്, മആദല്ലാഹ് അതുകൊണ്ടുള്ള ഉദ്ദേശം അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു, അള്ളാഹുവിൽ അഭയം തേടുന്നു. മആദല്ലാഹ് അൻ നഖുദ, ഏത് വിഷയത്തിലാണ് അഭയം തേടുന്നത്? അൻ നഖുദ, ഞങ്ങൾ പിടിച്ചു വെക്കാൻ. ഇല്ല മൻ വജദ്ന മതാഅന ഇൻദഹു, ആരുടെ അടുക്കലാണോ ഞങ്ങളുടെ മതാ നഷ്ടപ്പെട്ടു പോയി, അതെങ്കിൽ കാണുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സിഖായ അല്ലെങ്കിൽ ആ ഒരു സുവാ, ആ സുവാ ആരുടെ അടുക്കലല്ലയോ കണ്ടത് അവരെ പിടിച്ചു വെക്കുക എന്നുള്ളത് അത് ലുൽമാണ്. ഇന്ന ഇതൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലാലിമൂൻ, ഞങ്ങൾ ലാലിമീങ്ങളാണ്, അനീതിയുടെ ആളുകളാണ്. ലുൽമ് എന്ന് പറഞ്ഞാൽ അതിലിൻ്റെ ഓപ്പോസിറ്റ്, നീതിയുടെ ഓപ്പോസിറ്റാണ് ലുൽമ്, അതിക്രമം. വലു ഉശ്ശൈഇ ഫി ഗൈരി മൗളിഇ, ഒരു കാര്യം അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമവും അനീതിക്കുമാണ് ലുൽമ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമപ്രകാരം ആരാണോ മോഷ്ടിച്ചത് അല്ലെങ്കിൽ ആരുടെ അടുത്താണോ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വസ്തു കണ്ടെത്തിയത് അയാളെ പിടിച്ചു വെക്കാനേ ന്യായമുള്ളൂ. നിരപരാധിയായ ഒരാളെ പിടിച്ചു വെക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞു. ഖാല മആദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു. അൻ നഖുദ ഇല്ലാ മൻ വജദന, വജദ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, ഇല്ലാ മൻ വജദന മതാഅന, മതാ എന്ന് പറഞ്ഞാൽ വസ്തു, വിഭവം, മതാഅന ഇൻദഹു, ആരുടെ അടുക്കലാണോ ഞങ്ങളുടെ വിഭവം കണ്ടത് അവരെ അല്ലാതെ മറ്റൊരാളെ പിടിച്ചു വെക്കുന്നത് അനീതിയാണ്. ഇന്ന ഇതല്ല ലാലിമുൻ, അപ്പോൾ ഞങ്ങൾ അക്രമികളായിത്തീരും, അനീതി നടത്തുന്നവരായിത്തീരും. അതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു, ഒരിക്കലും അങ്ങനെ ഞങ്ങൾ ചെയ്യുകയില്ല. മാത്രമല്ല അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഇദി റഹിമഹുല്ല സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആരാണോ മോഷ്ടിച്ചത് എന്ന് ഉപയോഗിക്കാതെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വേർഡ് മാറ്റി. എന്താണ് അതിന്? മആരിദ് എന്ന് പറയും. അൻ നഖുദ ഇല്ലാ മൻ വജദന മതാഅന ഇൻദഹ്, ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വസ്തു ആരുടെ കയ്യിലാണോ കണ്ടത് ആ വ്യക്തി എന്ന് പറഞ്ഞു. മോഷ്ടിച്ച ആൾ എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ല. അത് ആ സൂക്ഷ്മതയും ആ നന്മയും അദ്ദേഹത്തിന് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടും ആ വേർഡ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഉപയോഗിച്ചില്ല. അത് നമുക്ക് കാണാനും കഴിയില്ല. ഒറ്റ സ്ഥലത്ത് മാത്രമേ അയ്യത്തുഹൽ ഈറു ഇന്നകും ലസാരിഖൂൻ, ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ആ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നീടുള്ളത് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി വളരെ ശ്രദ്ധേയമായ മറുപടിയായിരുന്നു. അപ്പോൾ അവർക്ക് തോന്നി ഇനി ഒരു നിലക്കും ബിന്യാമീനിനെ വിട്ടുകിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നിയപ്പോൾ അവർ നിരാശപ്പെട്ടു. ഫലം മസ്തൈഅസൂ മിൻഹു, ഇസ്തൈഅസ യസ്തൈഇസു ഇസ്തിആസൻ, നിരാശപ്പെടുക, യുസ്ണ്ടാവുക, യഇസ നിരാശപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫലം മസ്തൈഅസൂ മിൻഹു, അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് അവർ നിരാശപ്പെട്ടപ്പോൾ, കാരണം അങ്ങേയറ്റം പ്രായം ചെന്ന ബഹുമാനമർഹിക്കുന്ന ഒരു പിതാവുണ്ട്, അതുകൊണ്ട് അവനെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഞങ്ങളിൽ ഒരാളെ പകരമെടുക്കണം എന്ന് പറഞ്ഞിട്ടും സ്വീകരിച്ചില്ല. മാത്രമല്ല അത് അനീതിയാണെന്ന് പറയുക കൂടി ചെയ്തപ്പോൾ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ ഇഹ്സാനിൻ്റെ ആളാണ്, അപ്പോൾ ഇഹ്സാനിൻ്റെ ആൾ ഒരിക്കലും ഒരു ലുൽമ ചെയ്യൂലല്ലോ. അതുകൊണ്ട് ഒരു നിലക്കും ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് വിട്ടുകിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ അങ്ങേയറ്റം നിരാശപ്പെട്ടു. ഫലം മസ്തൈഅസൂ മിൻഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് അവർ നിരാശപ്പെട്ടപ്പോൾ ഖലസൂ നജിയ, ഖലസ യഖ്ലുസു ഖുലൂസൻ, ഖലസ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, മാറ്റി നിർത്തുക, ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. ഇവിടെ ഖലസ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് മാറി നിന്നു. ഖലസ യഖ്ലുസു ഖുലൂസൻ, അവർ ഖലാസായി വിട്ടുനിന്നു, മാറി നിന്നു. ഖലസൂ നജിയൻ, വൻ നജിയു ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് പറയുന്നത് വൻ നജിയു ജമാഅത്തുൽ ഖൗം, ഒരു സംഘത്തിന് പറയുന്നതാണ്. അൽ മുതനാജീന, പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്നവർക്ക് പറയുന്നതാണ്. നജുവ, നജി എന്നുള്ള വേർഡുകളൊക്കെ ഉപയോഗിക്കും. നജ യൻജു നജുവൻ വനജുവ, അതിൽ നിന്ന് വന്നതാണ് നജിയുൻ. നജിയുൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തുൽ ഖൗമി, ഒരു സംഘം ആളുകൾ. അൽ മുതനാജീന, പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്ന സംഘത്തിനാണ് നജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ കേൾക്കാതെ സംസാരിക്കാൻ വേണ്ടി ഖലസൂ നജിയ, പരസ്പരം രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ട് അവർ മാറി നിൽക്കുകയുണ്ടായി.
അങ്ങനെ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഖാല കബീറുഹും, അവരുടെ കൂട്ടത്തിലെ വലിയ ആൾ പറഞ്ഞു, അലം തഅലമു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾക്കറിയില്ലേ, അലിമ യഅലമു ഇൽമൻ, അലം തഅലമു അന്ന അബാക്കും, നിങ്ങളുടെ ഉപ്പ, ഖദ് അഖദ അലൈക്കും, നിങ്ങളോട് കരാറ് വാങ്ങിയത്, അഖദ യഖുദു അഖദൻ, ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വാഗ്ദാനം, അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് ഒരു വാക്ക് ഉപ്പാക്ക് കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മാത്രമല്ല വമിൻ ഖബ്ലു, ഇതിനു മുമ്പും, വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്. ഫറത്ത എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തുക. ഫറത്ത യുഫരിത്തു തഫ്രീത്തൻ, വീഴ്ച വരുത്തൽ. വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ, ഇതിനു മുമ്പ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും നിങ്ങൾ വീഴ്ച വരുത്തി. അതേപോലെ തന്നെ ഇപ്പോൾ ഉപ്പയിൽ നിന്ന് വളരെ വലിയൊരു കരാർ വാങ്ങിയിട്ടും ബെന്യാമീനിനെ തന്നെ നമുക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് മൂത്ത ആൾ പറയാണ്, കാല കബീറുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ പറഞ്ഞു, ഫലൻ അബ്റഹൽ അർദ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ലൻ അബ്റഹ എന്ന് പറഞ്ഞാൽ ല അസാലു എന്നാണ് അർത്ഥം. ബരിഹ യബ്റഹു ബറാഹൻ വ ബറഹൻ വ ബുറൂഹ, ബറഹ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക, മാറി നിൽക്കുക. ലൻ അബ്റഹ എന്ന് പറഞ്ഞാൽ ഞാൻ മാറുകയില്ല, ഞാൻ മാറുകയില്ല. അദ്ദേഹം പറഞ്ഞു ഫലൻ അബ്റഹൽ അർള, ഞാൻ ഈ മണ്ണിൽ നിന്ന് മാറാൻ തയ്യാറല്ല, ഞാൻ നാട്ടിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മിസ്റിൽ തന്നെ നിൽക്കും. ഏതുവരെ? ഹത്ത യഅ്ദന ലി അബി, എൻ്റെ ഉപ്പ എനിക്ക് സമ്മതം തരുന്നത് വരെ. അതിന യഅ്ദനു ഇദ്നൻ, ഹത്ത യഅ്ദന ലി അബി, എൻ്റെ പിതാവ് എനിക്ക് പെർമിഷൻ തരുന്നതുവരെ കുഴപ്പമില്ല, നീ പോര് എന്ന് വാപ്പ പറയണം. കാരണം ഉപ്പയോട് അത്രയും വലിയൊരു കരാറ് കൊടുത്തു. ഞാനാണ് പ്രായം ചെന്ന ആൾ, എനിക്കതിൻ്റെ വളരെ വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പിതാവ് എനിക്ക് സമ്മതം തരണം, മിസ്റിൽ നിന്ന് പുറത്തു വന്നോളൂ, വീട്ടിലേക്ക് വന്നോളൂ എന്ന് ഉപ്പ പറയുന്നത് വരെ. ഹത്ത യഅ്ദന ലി അബി ഔ യഹ്കുമല്ലാഹു ലീ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അള്ളാഹു എന്താണോ വിധിക്കുന്നത്, എന്താണോ റബ്ബിൻ്റെ ഖദർ, ആ ഖദർ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല ഹാക്കിമാണ്, ഏറ്റവും നന്നായി വിധി നടത്തുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തീരുമാനത്തിന് ഞാൻ കാത്തു നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് അനുവാദം തരണം, ഇല്ലാതെ ഞാൻ മടങ്ങി വരികയില്ല എന്ന് മൂത്ത ആൾ പറയുകയുണ്ടായി. ഫലമ്മസ്തൈഅസൂ മിൻഹു, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നിരാശപ്പെട്ടു. ഖലസൂ നജിയൻ ഖാല കബീറുഹും, അവരുടെ കൂട്ടത്തിലെ കബീർ, വലിയ ആൾ പറഞ്ഞു എന്നാണ്. ആരായിരുന്നു ഈ വലിയ ആൾ? ഇബ്നു ജരീർ അത്തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഷംഊൻ അല്ലദീ തഖല്ലഫ് വ അക്ബറു മിൻഹു ഫിൽ മീലാദി റൂബീലു. ഷംഊനാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഷംഊൻ ബുദ്ധിശക്തിയും ഒരു മീറ്റിങ്ങിൽ തീരുമാനം പറയാൻ കഴിവുള്ള ആളുമായിരുന്നു. ആ അർത്ഥത്തിലാണ് കബീറുഹു എന്ന് പറഞ്ഞത്. പ്രായം കൊണ്ടുള്ള വലിപ്പമല്ല, മറിച്ച് അഭിപ്രായം പറയാൻ കഴിവുള്ള ആൾ എന്നുള്ള നിലക്ക് ഷംഊൻ എന്നു പേരുള്ള മകനായിരുന്നു അത്. എന്നാൽ പ്രായത്തിൽ വലുത് റൂബീലായിരുന്നു. എന്നാൽ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ല ധാരാളം അഹ്ലു തഅ്വീലിൻ്റെ തഫ്സീറിൻ്റെ ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അതേപോലെ തന്നെ മറ്റു ചരിത്രരേഖകളും പരിശോധിച്ചിട്ട് പറയുന്നത്, അദ്ദേഹം പറയുന്നത് റൂബീലുൽ ഇജ്മാഇ ജമീഇഹിം അല അന്നഹു കാന അക്ബറുഹും സിന്ന, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് റൂബീൽ എന്ന മകനായിരുന്നു. ഈ മകൻ തന്നെയായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ കൊല്ലേണ്ടതില്ല, നമുക്ക് കിണറിലിടാം എന്ന് അതിലേറ്റവും ഐസറായത് തിരഞ്ഞെടുത്തതും ഇതേ മകനായിരുന്നു. ആ മകൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ വരുന്നില്ല, എൻ്റെ ഉപ്പയുടെ അനുവാദം ലഭിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ മിസ്റിൻ്റെ പട്ടണത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കുകയില്ല എന്ന് ആ വ്യക്തി പറയുകയുണ്ടായി. കുറച്ചൊക്കെ ആത്മാർത്ഥതയും ഒക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും. അതുകൊണ്ടാണ് അവസാനത്തിൽ പറഞ്ഞത് വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഖൈറായി ഹുക്മ നടത്തുന്നവനാണ്, വിധി പറയുന്നവനാണ് എന്നൊക്കെ ഉള്ള ഈമാനികമായ ഇൽമിൻ്റെ വാക്കുകൾ റൂബീലിൽ നിന്ന് വന്നു. മാത്രമല്ല പക്വതയുള്ള ഒരു മകൻ എന്നുള്ള നിലക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യൂസുഫ് നബിയെ പോലെ ബെന്യാമീനെ പോലെ പിന്നെ കാര്യമുള്ള മകനായിരുന്നു റൂബീൽ എന്നുള്ള മകൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഉപ്പയെ സമീപിക്കാൻ, ഉപ്പയെ ഫേസ് ചെയ്യാൻ റൂബീൽ എന്ന മകന് പ്രയാസമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണിൽ നിന്ന് മാറൂല ഹത്താ യഅ്ദന ലി അബി, എൻ്റെ ഉപ്പ എനിക്ക് പെർമിഷൻ തരണം, ഔ യഹ്കുമല്ലാഹു ലീ, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ കാര്യത്തിൽ വിധിക്കണം. എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്? തഫ്സീറുകളിൽ കാണാം, ഒന്നുകിൽ ഞാൻ ഇവിടെ തന്നെ നിന്ന് ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാളുകൊണ്ട് യുദ്ധം ചെയ്ത് എൻ്റെ സഹോദരന് വേണ്ടി പോരാടും. എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ പോരാടിയിട്ട് ബിനിയാമീനെയും കൊണ്ടേ ഞാൻ വരുള്ളൂ. അള്ളാഹു എൻ്റെ വിഷയത്തിൽ എന്താണോ വിധിക്കുന്നത് അതേപോലെ ഞാൻ ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഈ മണ്ണിൽ തന്നെ താമസിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവരോട് പോരാടിയിട്ട് ബിനിയാമീനെ കൊണ്ടുവരും, അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച്, ഏതായിരുന്നാലും ശരി ബിനിയാമീനില്ലാതെ ഞാനിനി വരില്ല. ഔ യഹ്കുമല്ലാഹു ലീ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി വിധിക്കുന്നത് വരെ, എൻ്റെ കാര്യത്തിൽ എന്ന് പറയാതെ യഹ്കുമല്ലാഹു ലീ എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി അള്ളാഹു എന്താണോ ഖദറാക്കുന്നത് ഞാൻ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാകും. വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി വിധിക്കുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം പറഞ്ഞു, അതുകൊണ്ട് ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. റജഅ യർജിഉ റുജൂഅൻ, ഇർജിഉ നിങ്ങൾ മടങ്ങിപ്പോകണം, ഇലാ അബീക്കും നിങ്ങളുടെ ഉപ്പയുടെ അടുത്തേക്ക്. ഇവിടെ ഇലാ അബീക്കും നിങ്ങളുടെ ഉപ്പ, നിങ്ങളെടുത്ത കരാർ എന്നൊക്കെ പറയുന്നത് അറബി ഭാഷയിലെ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആളുടെ ഉപ്പയല്ല എന്നല്ല, മറിച്ച് അത് അറബി ഭാഷയിൽ പൊതുവേ ഉള്ളൊരു ശൈലിയാണ്. മുഖാത്തബിനോട് സൂചിപ്പിച്ച് തൻ്റെ ഉപ്പയാണെങ്കിലും തൻ്റെ റബ്ബാണെങ്കിലും നമുക്ക് കാണാം നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ നാട്. സ്വന്തം നാടാണെങ്കിലും അങ്ങനെ പറയുന്നത് ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇലാ അബീന നമ്മുടെ ഉപ്പയുടെ അടുത്തേക്ക് എന്ന് പറയേണ്ടതില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ മഅന. ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകണം. ഫഖൂലു എന്നിട്ട് നിങ്ങൾ പറയുക, യാ അബാന ഞങ്ങളുടെ പിതാവേ, ഇന്ന ബനക നിശ്ചയം നിങ്ങളുടെ മകൻ സറഖ മോഷ്ടിച്ചിരിക്കുന്നു, ബിനിയാമീൻ മോഷ്ടിച്ചിരിക്കുന്നു. എവിടെ ബിനിയാമീൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാ ബിനിയാമീൻ മോഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഉപ്പാക്ക് മനസ്സിലാവും, മോഷണം നടത്തിയാൽ പിന്നെ അവർ പിടിച്ചു വെക്കും, അതാണ് നിയമം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മനസ്സിലാകും. എന്നിട്ട് പറഞ്ഞു, വമാ ഷഹിദിന ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല, ഷഹിദ യഷ്ഹദു ഷഹാദത്തൻ, വമാ ഷഹിദിന ഇല്ലാ ബിമാ അലിംന ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇല്ലാ ബിമാ അലിംന, അലിമ യഅലമു ഇൽമൻ, ഞങ്ങൾ അറിഞ്ഞതല്ലാത്ത കാര്യം ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, വമാ കുന്ന ഞങ്ങളല്ല, ലിൽ ഗൈബി അദൃശ്യജ്ഞാനത്തിൽ, ഹാഫിളീൻ സൂക്ഷിപ്പുകാർ, അദൃശ്യജ്ഞാനത്തിൻ്റെ സൂക്ഷിപ്പുകാർ ഞങ്ങളല്ല, ഹാഫിളീങ്ങളല്ല. ഞങ്ങൾക്ക് അദൃശ്യം അറിയില്ല, മറിച്ച് ദൃശ്യമായി ഞങ്ങൾ കണ്ടതെന്താണോ അതാണിവിടെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇങ്ങനെ പറയാൻ വേണ്ടി മൂത്ത സഹോദരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പക്വത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ വിവേകവും പക്വതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇർജിഉ ഇലാ അബീക്കും ഫഖൂലു യാ അബാന ഇന്ന ഇബ്നക സറഖ്. അവരുടെ സഹോദരൻ എന്ന് പറയാതെ നിങ്ങളുടെ മകൻ എന്ന് പറയാൻ കാരണം അവർക്ക് കുറ്റത്തിൽ നിന്ന് മുക്തമാവാൻ വേണ്ടിയാണ്. പൊതുവെ ഉള്ളൊരു പ്രയോഗമാണല്ലോ അത്. കുട്ടികൾ സാധാരണ മാതാപിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുട്ടികൾ ഒരു നല്ല കാര്യം ചെയ്താൽ വാപ്പ പറയും അല്ലെങ്കിൽ ഉമ്മ പറയും എൻ്റെ മകനാന്ന് പറയും. കുട്ടി ഒരു തെറ്റ് ചെയ്താൽ പറയും നിങ്ങളെ മകൻ ചെയ്തത് കണ്ടോ എന്നാ ചോദിക്കുക, നിങ്ങളുടെ മകൻ ചെയ്തത് കണ്ടോ എന്നാ ചോദിക്കുക. അപ്പോൾ എൻ്റെ മകനല്ല. എന്നാൽ കുട്ടി SSLC ഒക്കെ നല്ല മാർക്ക് നേടിയാലോ എൻ്റെ മകനാണവൻ എന്ന് പറയും. പ്രയാസം ഉണ്ടാക്കിയാൽ പറയും നിൻ്റെ മകനാണെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതായത് ഒരു മനഃശാസ്ത്രമാണ്. അതാണ് ഇവിടെ ഞങ്ങളുടെ സഹോദരൻ എന്ന് പറയാതെ ഇന്ന ബനക സറഖ, താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വലിയ കുറ്റം പറയുന്നതിൻ്റെ ആ ആഘാതത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വീണ്ടും ഇങ്ങനെ പറയണം, എന്താണ്? വമാ ഷഹിദിന ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾ അറിഞ്ഞതെന്താണോ അതിനാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഞങ്ങൾ കണ്ടത് പ്രകാരം രാജാവിൻ്റെ സുവാ അത് ബിനിയാമീനിൻ്റെ ഭാണ്ഡത്തിൽ നിന്നാണ്, മതായിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ട സ്ഥിതിക്ക് അത് അവൻ മോഷ്ടിച്ചതാവാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പറയുന്ന ഈ സാക്ഷ്യം ഞങ്ങൾ അറിഞ്ഞത്, പ്രത്യക്ഷത്തിൽ ഞങ്ങൾ അറിഞ്ഞതാണ്
ഞങ്ങളിവിടെ പറയുന്നത്. എന്നാൽ വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, എന്നാൽ ഗൈബ് ഞങ്ങൾക്കറിയില്ലല്ലോ. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, ഞങ്ങൾ ഗൈബിൻ്റെ കാര്യത്തിൽ സൂക്ഷിപ്പുകാരല്ല, അറിയുന്നവരല്ല. അത് പറയാനുള്ള കാരണം പലതാണ്. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്കുന്നതാണ്, എന്നാൽ അവൻ അതെടുത്തിട്ട് അതിൽ വെച്ചത് അവൻ തന്നെയാണോ അതല്ല വേറെ ആരോ മനഃപൂർവ്വം വെച്ചതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആ പാത്രം അതിൽ നിന്നാണ് കിട്ടിയത്, അത് പക്ഷെ അവൻ എടുത്തതാണോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതാണ് വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ. അതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, ഞങ്ങൾ എന്തായാലും ബിനിയാമീനെയും കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ ഇവനിങ്ങനെ ഒരു മോഷണം നടത്തുന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇവനിങ്ങനെ ഒരു മോഷണം നടത്തുന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ. അതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോവില്ല. പക്ഷേ ഞങ്ങൾക്ക് ഗൈബ് അറിയില്ലല്ലോ, മോഷണം നടത്തുമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, മോഷണം നടത്തിയ ആളെ അവിടെ പിടിച്ചു വെക്കുമെന്നുള്ള നിയമം അവിടെ അല്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലേ, എന്നിരിക്കെ നിങ്ങൾ എന്തിനാണത് പറഞ്ഞത്? അതുകൊണ്ടല്ലേ മകൻ അവിടെ പിടിച്ചു വെച്ചത്, ഇല്ലെങ്കിൽ പ്രായച്ചിത്തം കൊടുത്തിങ്ങ് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ ഇവരുടെ മറുപടിയാണെന്ത്? നിങ്ങളുടെ നാട്ടിൽ എന്താണ് നിയമം എന്ന് ചോദിച്ചപ്പോഴൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവ ബഹുലമായ ആ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഓരോ ആയത്തുകളിലും ഓരോ വാക്കുകളിലും ഓരോ കലിമാത്തുകളിലും ഒട്ടനവധി ആശയങ്ങളും ഒട്ടനവധി ഗുണപാഠങ്ങളുമുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും ആയത്തുകളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കാരണം ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, പരിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു. ഏറ്റവും നേരായതിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സ്ട്രെയിറ്റായ മറ്റൊരു വഴി കാണിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും നല്ല വഴി ഖുർആനിൻ്റെ വഴിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള ശിഫയാണ്, മരുന്നാണ്. മാനവ സമൂഹം എവിടെയെല്ലാം വഴിതെറ്റാൻ സാധ്യതയുണ്ടോ അവിടങ്ങളിലൊക്കെ വഴി കാണിക്കുന്ന ഹാദിയാണ്, ഹുദൻ. എവിടെയെല്ലാം ക്രൂരതയും അക്രമവും അന്യായവും അനീതിയും നടക്കുന്നുണ്ടോ അതിനെല്ലാം എതിരായി കൊണ്ട് റഹ്മത്തായി കാരുണ്യമായി ഖുർആൻ നിലകൊള്ളുന്നു. റഹ്മ. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കപ്പെട്ട് മനുഷ്യൻ അങ്കലാപ്പിലാകുമ്പോൾ സത്യാസത്യ വിവേചനം നടത്തുന്നു പരിശുദ്ധ ഖുർആൻ, അൽ ഫുർഖാൻ. ഇങ്ങനെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് സത്യങ്ങളിൽ ഏറ്റവും നേരായ വഴി കാണിച്ച് മനുഷ്യ ഹൃദയങ്ങളുടെ മനുഷ്യ ശരീരത്തിലെ മാനവ സമൂഹം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ശിഫയായി നിന്ന് വഴിയറിയാത്ത വെളിച്ചമില്ലാത്ത ആളുകൾക്ക് പ്രകാശം നൽകി കാരുണ്യം നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിന് കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ലോകത്തിലെ ഏറ്റവും മഹനീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരവസരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. തൗഫീഖുള്ള ആളുകൾ അത് സ്വീകരിക്കുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും അത്രയും മഹനീയമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ വന്നിരുന്ന് എല്ലാ ബുധനാഴ്ചയും നമ്മൾ വന്നിരിക്കുന്നു, എല്ലാ ശനിയാഴ്ചകളിലും വന്നിരിക്കുന്നു, ഞായറാഴ്ചകളിൽ വന്നിരിക്കുന്നു, എണ്ണമറ്റ കുട്ടികൾ ഇവിടെ വന്ന് ഖുർആൻ പഠിക്കുന്നു, പോകുന്നു. മഹത്തായ ഒരു സ്ഥാപനം. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടും പിന്നീട് ഈ നാട്ടിലെ നല്ലവരായ ഭരണാധികാരികളുടെ ആ ഒരു മനസ്സുകൊണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്ഥാപനം പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റും അക്ഷരാർത്ഥത്തിൽ എ ടു സെഡ് ഖുർആനാണ്. എ ടു സെഡ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ആളുകളായി നമ്മെക്കൊണ്ട് സാധിക്കുന്ന ഖിദ്മത്തുകൾ ചെയ്യുക,
അത് ഭൗതികമായിട്ടും നമുക്കറിയാവുന്ന കഴിവുകൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട്, ഏത് മേഖലകളിലാകട്ടെ സാധിക്കുന്നത്ര നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സ്ഥാപനത്തിന് വേണ്ടുന്ന സേവനങ്ങൾ, സാമ്പത്തിക സഹായമല്ല ഉദ്ദേശിക്കുന്നത്, അത് മറ്റൊരു വിഷയമാണ്. അതല്ലാത്ത നിലക്കുള്ള നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഖിദ്മത്തുകൾ, ഒരു സ്ഥാപനമാകുമ്പോൾ ഇവിടെയുള്ള ദേവാപ്രവർത്തനങ്ങൾ, മറ്റു വിഷയങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റു ഭൗതിക വിഷയങ്ങൾ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് സേവനങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളിൽ പലർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടാകും. ആ കഴിവുകൾ നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തിനൊരു കൂട്ടായി, ഈ സ്ഥാപനത്തിൻ്റെ ഓരം ചേർന്ന് നിൽക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആണ് ഈ മഹത്തായ വിജ്ഞാനം ജനങ്ങൾക്ക് കൈമാറുന്ന അതിമഹത്തായ ദഅ്വാ സംരംഭത്തോട് ചേർന്ന് നിൽക്കലാണ്. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു പേപ്പർ തരും. സ്ഥിരമായി ഇവിടെ ആ പേപ്പർ ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ അവിടെ കൊടുത്താൽ നിങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യും. അള്ളാഹു ആഗ്രഹിച്ചുകൊണ്ട് നന്മ സ്ഥാപിക്കുവാൻ വേണ്ടി ഈ സ്ഥാപനവുമായി ചേർന്ന് നിന്ന്, എല്ലാ വിഷയങ്ങളിലും കൂടെ നിന്ന് ഒത്തൊരുമിച്ച് പരസ്പരം ചർച്ച ചെയ്ത് ഈ മഹത്തായ സ്ഥാപനത്തെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, മനുഷ്യരുടെ കൂടിയിരുത്തങ്ങളിൽ ഏറ്റവും ഖൈറായത് നന്മ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കൂടിയിരിക്കലാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. മനുഷ്യന്മാർക്കിടയിൽ നന്മയുണ്ടാക്കുവാനും മഅറൂഫായ കാര്യങ്ങൾ സമൂഹത്തിൽ സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ചർച്ചകളിൽ നിങ്ങൾ കൂടിയിരുന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ആ കാര്യം ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ, വമ്പിച്ചതായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് എന്നാണ്. അജ്റുൻ അദീം എന്നാണ് പറഞ്ഞത്. വമ്പിച്ച പ്രതിഫലം അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത്തരം നന്മകളിൽ സഹകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കാനും സാധിക്കുന്ന, ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കാൻ, ഖിദ്മത്ത് ചെയ്യാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പേര് കൊടുക്കുക. സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളായി തീരാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി,